ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. ആക്ച്വലി ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട് ടൈം. അപ്പം ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനും എൻ്റെ അനിയനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് നെഹലിയും അവളുടെ അനിയത്തിയും ഉണ്ട്. അപ്പോൾ കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നമുക്ക് പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കാസർഗോഡ് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബേക്കൽ ഫെസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോഴും നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ റെഡ് മൂൺ ബീച്ചിലേക്ക് എത്തിയത്. അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. ഒരു ട്രൂത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇയർ വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തേക്ക് അതൊക്കെ മറന്നു. ഒരു സ്റ്റോപ്പ് മുൻപേ ആയിരുന്നു നമ്മൾ ബസ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ബേക്കൽ ഫോർട്ടിൽ ഇറങ്ങുന്നതിന് പകരം നമ്മൾ റെഡ് മൂൺ ബീച്ചിലേക്കായിരുന്നു ഫസ്റ്റ് പോയത്. വലിയ പിടിയും കാര്യങ്ങളും ഇല്ല. സത്യം പറഞ്ഞാൽ ഫെസ്റ്റ് നടക്കുന്നത് ബേക്കൽ ഫോർട്ടിലാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പ് ഒരു സ്റ്റോപ്പ് മുൻപേ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ നേരെ വന്നത് റെഡ് മൂണിലേക്കാണ്. ബട്ട് ഇവിടുന്ന് ഒരു കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. ഓൾറെഡി ടൈം ലേറ്റാണ്. പിന്നെ നമ്മൾ 4 പേരും മാത്രമേ ഉള്ളൂ. പാരൻസ് ആരും വന്നിട്ടില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പിലിട്ടത് കണ്ടിട്ടാകുമ്പോൾ പിന്നെ അത് കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ 4 പേർക്ക് 4 പ്ലേറ്റ് മാത്രം ആയിരുന്നു പറഞ്ഞത്. പിന്നെ അത് അധികം വൈകാതെ ഒരു 5-6 പ്ലേറ്റിലേക്ക് പോയി. ബട്ട് നമ്മൾ അധികം ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ മൊത്തം ചുറ്റി കണ്ടിരുന്നു. ബട്ട് ഞാൻ അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം വീഡിയോ നല്ല ലോങ്ങാണ്. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ നല്ല ബോറായിരിക്കും ഗൈസ്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു. ആ ഒരു ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഇയറിനെക്കാളും നല്ല ലൈറ്റും കാര്യങ്ങളും ഇപ്രാവശ്യമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കയറുമ്പോൾ റെഡ് മൂൺ ബീച്ചിൻ്റെ എൻട്രി വഴി കയറിയതാണെങ്കിൽ ഇപ്പം ഇറങ്ങുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഉള്ളത് ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്താണ്. പിന്നെ എനിക്ക് നെഹദിക്കാണെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസിനോട് ഭയങ്കര ക്രേസാണ്. അപ്പം എൻ്റെ കണ്ട് ഫസ്റ്റ് പോയത് ആ ഒരു ക്യാപ്പിലേക്കായിരുന്നു. അവളുടെ ആണെങ്കിൽ ഈ ഒരു ചെറിയ കുഞ്ഞ് ഐഫോണിലേക്ക് അത് വെച്ച് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആ ഒരു ക്യാപ്പ് ഞാൻ ജസ്റ്റ് ട്രയൽ ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിലും പക്ഷെ ഞാനത് 2 മൈൻഡ് കാരണം ഞാനത് എടുത്തില്ല. അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ ഫോണിൽ ബാറ്ററി ലോ ആയതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.